ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വ്ളോഗ് വരാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ ഉമ്മൻ്റെയും വാപ്പൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്താ പറയുക, വലിയ സർപ്രൈസ് ഒന്നുമല്ല, എന്നാലും ഒരു ചെറിയൊരു സർപ്രൈസ് എന്നല്ല, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളെല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലും ഒന്ന് എനിക്ക് ഉമ്മക്ക് ഉപ്പൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ എന്താണെന്ന് പ്ലാൻ ചെയ്തില്ല. അപ്പോൾ എന്താ പറയുക, ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ അവർക്ക് കൊടുത്തു നോക്കാം നമുക്ക്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വ്ളോഗിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം 2 പേർക്ക് നമ്മൾ ഡ്രസ്സ് കൊടുക്കാൻ കേട്ടോ വിചാരിച്ചത്. ഉമ്മക്ക് പിന്നെ ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത് നമ്മൾ ഫത്താഷ് തന്നെ ഒരു അടിപൊളി ഡ്രസ്സ് കൊടുത്ത് ഉപ്പൊക്കെ വേണ്ടി ഞാനൊരു ടീഷർട്ട് വാങ്ങിച്ചു. രണ്ടാൾക്കും മധുരം വലിയ താല്പര്യം ഇല്ലെങ്കിലും കേക്ക് മുറിക്കുന്ന ഒരു സന്തോഷം, ഒരു ചടങ്ങുമല്ല, അതുകൊണ്ടൊരു കുഞ്ഞ് കേക്ക് വാങ്ങിച്ചു. സത്യം പറഞ്ഞാൽ ഫാമിലി ആയിട്ട് ഇപ്പോൾ കുറച്ചായി ഒരുമിച്ച് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ എന്തായാലും വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഇപ്പം എൻ്റെ ഒരു ട്രീറ്റും ഉണ്ടായിരുന്നു. ഹിബ ഷവർമ കഴിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഓർഡറൊക്കെ ചെയ്താണ്. പെട്ടെന്ന് വെയിറ്റർ എന്ന് പറഞ്ഞ് ഷവർമ ഇല്ല, അപ്പം തുടങ്ങിയ ചിരിയാണിത്. കേക്കട്ടെ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. 32 കൊല്ലം. രണ്ടാളങ്ങ് സ്നേഹത്തിന്റെ പുറത്തൊരു കഷ്ണം എടുക്ക്. എനിക്ക് കേക്ക് വേണോ? 95 94 നിങ്ങളെ വെഡിങ്? 31 കൊല്ലല്ലേ? 32 കൊല്ലം. അതെന്തിനീ പറഞ്ഞേ? അതിപ്പോ എന്തിനാ നിങ്ങളതിൽ പറഞ്ഞേ? അങ്കി 28 വയസ്സായി. ഞാനും ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. പോട്ടെ അമ്മ. ഉമ്മ ഇന്നലെ ഫുഡൊക്കെ കഴിച്ച ആവേശത്തിലിരിക്കുക അവിടെ. ഉമ്മന്റെ ഇപ്പന്റെ 35ാമത്തെ വെഡിങ് ആനിവേഴ്സറി. 32 ഇനി അടുത്ത മാസം ഉമ്മക്ക് 55 വയസ്സാണെന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. 55 വയസ്സ് ഉമ്മക്ക്. എന്താണ് ആന്ന് പോയമ്മ ബൈ. അപ്പൊ നമ്മളിതാ അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പർച്ചേസ് ഉണ്ട്, അതിന് വേണ്ടി പോയിക്കൊണ്ട് നിക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതെ, നമുക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. ആശിക്ക പാവമായത് കൊണ്ട് അതെല്ലാം സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സമ്മതിക്കും. ഇവിടെ കല്യാണത്തിന് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ ഇടയായിട്ട് ഇപ്പൊ കൊറേ നമ്മളെ ഈ ഡ്രസ്സിന്റെ ബിസിനസ്സും കൂടി തുടങ്ങിയ ശേഷം ഫുള്ള് സ്വന്തമായിട്ട് ഞാന് എന്താ പറയാ ഡിസൈൻ അങ്ങനത്തെ പൂതികളൊക്കെ ഇപ്പൊ കല്യാണത്തിന് വേണ്ടിട്ട് എടുത്തിട്ടുണ്ട്. എനിക്കറിയില്ല, ഇനി തന്നൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കില് കല്യാണ പർച്ചേസിന്റെ തിരക്കിലാണ് ഇപ്പൊ ലീബ. അല്ല, പർച്ചേസിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിയാറായി. പിന്നെ നമുക്ക് അല്ലാണ്ട് കുറച്ച് പിന്നെ നമ്മള് കൊറേ ഇങ്ങനെ ടൗണിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് എല്ലാം കൂടി നമ്മളൊന്നും അങ്ങോട്ടൊക്കെ ഇറങ്ങി അങ്ങോട്ട് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചില്ലേ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നിങ്ങളെ ഇവളും കൊറേ ആൾക്കാർ കമന്റ് ഇട്ടിരുന്നു നിങ്ങളെ സീരീസില് എന്തുകൊണ്ടാണ് എല്ലാവരും അല്ലേ, ചില ആൾക്കാർ 2 ആൾക്കാർ ഈ ഭാഗത്തിന് ബോറാണ് അങ്ങനെ പറയും. സത്യം പറഞ്ഞാൽ ഞാൻ ആശിക്കാന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഉമ്മന്റെ കണ്ണടയായിരുന്നു യൂസ് ചെയ്തോണ്ടിരുന്നത്. അതെ, അപ്പൊ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ ഉമ്മന്റെ കണ്ണട ആയതുകൊണ്ട്. അപ്പൊ എന്താക്കി ഇവിടെ തീരെ നമ്മള് ട്രാപ്പായി. അപ്പൊ നമ്മളൊരു കണ്ണട ഒപ്പിച്ചല്ല എന്റെ കണ്ണട തന്നെയാണ്. ഞാൻ ഫോണോ അല്ലെങ്കിൽ സിസ്റ്റമൊക്കെ നോക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് ഇങ്ങോട്ട് വെക്കുന്ന സമയത്ത് ഒരു ഉമ്മ ക്യാരക്ടർ ഇങ്ങോട്ട് വരുന്നില്ല. അതിന് ശേഷമാണ് ഫുൾ ആൾക്കാർ ബോറാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാനിങ്. എങ്ങനെയുണ്ട്? എന്ത് പ്ലാന്? യോനിയില്ലേ എല്ലാം കഴിഞ്ഞെങ്കിൽ ലാസ്റ്റ് ഒരു പ്ലാൻ ഉണ്ടെന്ന്. ആശിക്കാൻ ഇവിടെ എത്തിക്കലാണ് എന്റെ പ്ലാൻ. ഹലോ, മറ്റേ ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ല. താക്കോൽ തീരി വാ, എന്റെ വാപ്പനെ വിളിച്ചു വെച്ചത്. ഇവിടെ ആരുമില്ലാത്തതും കൊണ്ട് ഡെലിവറിക്കാരന് ഒരു ഐഡിയ, ഡെലിവറിക്കാരന്റെ ഐഡിയ ആണ് എന്ത് നമ്മളെ സാധനം ഇതിനുള്ളിൽ വെക്കാന്ന്. ഉണ്ടോ നോക്കട്ടെ ആദ്യം. ഇവിടെ നിലത്ത് വീടെടുക്കണ്ടി വാ. അവന്റെ ബുദ്ധിയാണത്. ഇവിടെ ആരുമില്ല. അപ്പൊ നമ്മള് പറഞ്ഞ് സേഫ് ആയ സ്ഥലത്ത് വെച്ചോന്ന്. അപ്പൊ സേഫ് ആയ സ്ഥലം കണ്ടെത്തിയതാ. താങ്ക്സ് മൈ ഡെലിവറിക്കാരൻ. തുറക്കൂ, ഐശ്വര്യമായിട്ട് തുറന്ന് കേറിക്കോ. ത്യാക്കോൽ ഞാൻ എടുത്തതിലൂടെ പോയി. ഇപ്പൊ ഇവിടെ ആരുമില്ല. അപ്പോൾ തുറന്ന് കേറാണ്. അതുപോലെ എന്തോ പരിപാടിയായിട്ട് പുറത്തേക്ക് പോയതാ. എന്താ എന്താ സ്പീക്കറോ?
ഓ എന്റെ വാപ്പന്റെ അല്ലേ കൈരളി ആർട്സ് ആൻഡ് സയൻസിന്റെ പ്രൊഡക്ട്സ് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് കൈരളി വാപ്പന്റെ നമ്മളെ പ്രൊമോഷൻ ആണ്. അപ്പൊ കൈരളി ലൈറ്റ്സ് ആൻഡ് സൗണ്ട്സിന്റെ ഓരോരോ എന്താ പറയാ സാധനങ്ങളാണ്. എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ പറയണ്ടെന്ന് അറിയില്ല. ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്. അതും പറ്റി യെസ് സങ്കടം എന്താ എനിക്ക് അറിയാം. ഇങ്ങോട്ട് വാ. നമ്മൾ ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം പോകുന്ന ഒരു ഏരിയ ആണ് ഇമോഷണൽ അല്ല വാ നമ്മൾ ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം പോകുന്ന ഒരു ഏരിയ ആണ് മറ്റേ നമ്മളെ അടുക്കളയിലേക്ക് നിങ്ങൾക്ക് അറിയാലോ ഒരു ഇമൂ എന്ന് പറഞ്ഞൊരു നമ്മളെ എത്ര വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഗസ്റ്റ് പോയി ഗസ്റ്റിന്റെ ഓണേഴ്സ് വന്നപ്പോ ഗസ്റ്റിനെ കൊണ്ടുപോയി. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല ഇവിടെ ഫുള്ള് ഒച്ചയും ബഹളം ഇട്ടിട്ട് നമ്മള് നേരെ ഇങ്ങോട്ടേയും പോവാ. ഇവിടെ ആ കൂടെ ഉള്ളത് ഇപ്പൊ ഇത് പോയി അല്ലേ? ശരിക്കും അല്ലെങ്കിൽ നല്ല ഒച്ചയുമ്പോ ഉണ്ടാക്കിയിരുന്നു അല്ലെ? നമ്മൾ ഈ വീട്ടിൽ നിങ്ങൾ അങ്ങ് കാണിച്ചു തരുന്ന നമ്മൾ ഏതൊക്കെ വീഡിയോ കാണിച്ചിട്ട് നമ്മള് വരുമ്പോഴേക്കും സൗണ്ട് ഉണ്ടാക്കുന്നില്ല. ആഴ്ചക്ക് വരുമ്പോഴേക്കും സൗണ്ട് ഉണ്ടാക്കുന്നില്ല. ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒച്ചയുമ്പോൾ അത് ആരാണിത്? രാജ്ഞിയോ? വന്ന പാടെ എന്നെ ഫ്രിഡ്ജിൽ പോയി ഇളഞ്ഞെടുത്തിട്ട് സ്ട്രോ ഇട്ട് കുടിക്കുക. എന്നാ പിന്നെ എനിക്ക് വന്ന് പൊട്ടിച്ചേരാം. എന്താ ഒരു മനസ്സിലായില്ല. ബസ് തന്നെ കുടിച്ചല്ലോ വന്ന് കുത്തിരിക്കയാണ്. സ്ട്രോനെ കുടിക്കുള്ളൂ. ദാഹിച്ചാലും വേണ്ടില്ല ഒന്നായിട്ട് കുടിക്കൂല. സ്ട്രോ അതുകൊണ്ടല്ല ഇത് കണ്ടോ ഇതിനുള്ള ആകെ ചെറിയൊരു ഹോൾ. അത് പൊട്ടിക്കാൻ ടാസ്ക് ആണ്. അപ്പൊ ഇതാകുമ്പോ നല്ല സുഖല്ലേ, അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. എന്ത് പറഞ്ഞാ ലോകത്ത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വെള്ളം തരുന്ന ഇളഞ്ഞി വെള്ളം എന്റെ ഒരു അഭിപ്രായത്തിൽ നല്ല ടേസ്റ്റാ. എനിക്ക് ഇങ്ങനെ പാടമാതിരി ഉള്ളത് ഉണ്ടാവില്ലേ കാമ്പ്, അതാണ് ഇഷ്ടം. അതാകുമ്പോ കഴിക്കാൻ നല്ല ടേസ്റ്റാ. ഇത് എനിക്ക് തോന്നുന്നു വന്നിങ് ആണെന്ന് തോന്നുന്നു. വന്നിങ്ങ ഇളനീ കരിക്ക് ഇങ്ങനല്ലേ ഉണ്ടാവുക? കരിക്കറ്റവും അത് കഴിഞ്ഞിട്ട് ഇളനി, അത് കഴിഞ്ഞിട്ട് വന്നിങ്ങ, അത് കഴിഞ്ഞിട്ട് തേങ്ങ. ഇതെനിക്ക് തോന്നുന്നു വന്നിങ് ആണെന്ന്. കരിക്കെന്ന് പറയുമ്പോ അതിന് തീരെ കാമ്പുണ്ടാവില്ല. അങ്ങനല്ലേ? അശിക്കാക്കൊന്നും അറിയില്ല മിണ്ടാണ്ടിക്കുന്നത്. അപ്പൊ എന്താ പറയാ, അപ്പൊ ഞാന് ഇപ്പൊ ഓളെ വീട്ടിലുള്ളത്. ഇനി ഓൾക്ക് ഫുള്ള് തിരക്കാണ് ഗൈസ്. ഇനി ഓളെ ഫുള്ള് ഇനിയിപ്പോ കല്യാണ തിരക്കിലേക്ക് മാറാണ് അല്ലേ? ഇനിയിപ്പൊ എല്ലാരും ചോദിക്കാ ഇപ്പൊ ഇവന്റെ വീട്ടിലെത്തിയത് എന്താണ്, ഇപ്പൊ ഇവന്റെ വീട്ടിൽ എന്നാണോ ചോദിക്കുമ്പോ ഗൈസ് അങ്ങനെ ഒന്നും ചോദിക്കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാ പോകുന്ന പറഞ്ഞു ഓൾക്ക് ഇനി കല്യാണം ഉണ്ട്, ഓളെ ഇക്കാക്ക് വരുന്നുണ്ട്, ഞങ്ങൾക്ക് കുറെ പരിപാടികളുണ്ട് അല്ലേ? അപ്പൊ എന്താ വെച്ചാൽ ഇനിയിപ്പൊ ഫുള്ള് പർച്ചേസ് പോലെ ഡിസൈനിങ് ചെയ്യാൻ അങ്ങനത്തെ കുറെ തിരക്കുള്ളതാ. അപ്പൊ അത്രേ ഉള്ളൂ. എന്താ പറയാ, നമ്മള് ഒരു ചെറിയൊരു വ്ളോഗ് എടുത്തേ ഉള്ളൂ. അപ്പൊ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.